ഞാൻ അലക്സ് തോമസ്, എക്സൽ ഇൻറ്റീരിയേഴ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഹായ്, ഞാൻ സിന്ധി അലക്സ്, എക്സൽ ഇൻറ്റീരിയേഴ്സിൻ്റെ ഡയറക്ടറാണ്. ഞങ്ങൾ 20 വർഷമായിട്ട് എക്സൽ ഇൻറ്റീരിയേഴ്സ് എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുകയാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് തരാനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. പുതിയ വീട് വയ്ക്കുന്നവർക്കും അല്ലെങ്കിൽ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും പഴയ വീട് റിനോവേറ്റ് ചെയ്യുന്നവർക്കും കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്റ്റേജിലുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി എല്ലാവർക്കും കുറേ ഡൗട്ടാണ്, എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്, അങ്ങനെയുള്ള കുറേ ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു ഇൻറ്റീരിയേഴ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ പ്ലാനിങ് ആണ്. അതായത് ഇപ്പോൾ വീട് വെക്കാൻ പോകുന്നവർക്കാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ എത്ര ബെഡ്റൂംസ് വേണം, അല്ലെങ്കിൽ കിച്ചൺ, നമ്മുടെ വർക്ക് ഏരിയ, അങ്ങനെ എന്തൊക്കെ സെപ്പറേറ്റ് വേണമെന്നുണ്ടോ അതിനനുസരിച്ച് നമ്മളത് പ്ലാൻ ചെയ്യണം. ഇപ്പോൾ അത് പ്ലാനിങ് ഓൾറെഡി കഴിഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ അത് ഇൻറ്റീരിയേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് അതിലും വരുന്നത്. ഇപ്പോൾ ലിവിങ് റൂമിൽ സോഫ എങ്ങനെ അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ടി വി യൂണിറ്റ്, പാർട്ടീഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിൽ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ റിക്വയർമെൻറ്റ്സ് ഫസ്റ്റ് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഇൻറ്റീരിയർ ഡിസൈനറെ കൺസൾട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാനുണ്ട്. മെയിനായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രിക്കലിലാണ്. ഇലക്ട്രിക്കലിൽ പോയിൻറ്റ്സ് കറക്റ്റായെങ്കിൽ മാത്രമാണ് പിന്നീട് റീവർക്ക് വരാണ്ടിരിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അത് പ്രോപ്പർ പ്ലാനിങ് ആയിരിക്കണം, ഇലക്ട്രിക്കൽ ലേഔട്ട് കറക്റ്റ് ആയിരിക്കണം, പ്ലംബിംഗ് ലേഔട്ട് പോലും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കോസ്റ്റ് ഇതിൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കിച്ചൺ തന്നെ പറയാം. കിച്ചൻ്റെ അകത്ത് നമ്മൾക്ക് മെയിനായിട്ട് വേണ്ടത് ഹുഡ്, ഹോബ്, അതുപോലെ സിങ്ക്, ടാപ്പ്, അതിൻ്റെ ചിലവർ പറയും നമുക്ക് ഡിഷ് വാഷർ വേണം, അല്ലെങ്കിൽ ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീനും കൂടെ കിച്ചണിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെ വരുന്നതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഒരു ഡിസൈനിങ് പർപ്പസിലൂടെ പോവുകയാണെങ്കിൽ ഇലക്ട്രിക്കലും പ്ലംബിങ്ങും എല്ലാം നമുക്ക് കറക്റ്റ് തന്നെ കൊടുക്കാൻ പറ്റും. പിന്നെ അതിലേക്ക് വേണ്ടുന്ന ഒരു എക്സ്ട്രാ ഇലക്ട്രിക്കൽ പോയിൻറ്റോ അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒന്നും നോക്കേണ്ട വരില്ല. അപ്പോൾ കിച്ചൻ്റെ ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് തന്നെ കിച്ചൻ്റെ അകത്ത് മെയിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ഹൈറ്റ്, അതുപോലെ എത്ര കബോർഡ്സ് വേണം, നമ്മൾ കൗണ്ടർ ടോപ്പിൽ എന്താണ് കൊടുക്കേണ്ടത്, ഡാഡോ ടൈൽസ് എന്താണ് വേണ്ടത്, അതിൻ്റെ മെറ്റീരിയൽ, മെയിനായിട്ട് മെറ്റീരിയൽ, കാരണം മാർക്കറ്റിൽ ഒരുപാട് മെറ്റീരിയൽസ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ മെറ്റീരിയൽ ഏതാ വേണ്ടത്, ആ ഒരു കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു മോഡുലാർ കിച്ചൺ അതിൻ്റേതായ ഭംഗിയിൽ കറക്റ്റ് നമ്മുടെ ഫാക്ടറിയിൽ എല്ലാ ലേഔട്ട്സും കൊടുത്ത് നമുക്ക് ഓൺ ഡിസൈനേഴ്സ് ഉണ്ട്, അതുപോലെ നമുക്ക് റിക്വയർമെൻ്റ് എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫാക്ടറിയിലേക്ക് കൊടുത്ത് ഫാക്ടറിയിൽ നിന്ന് ടീം വന്ന് ഫുൾ മെഷർമെൻറ്റ്സ് എടുത്ത് ചെയ്യുമ്പോൾ മോഡുലാറായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ വേണോ അതൊക്കെ നമുക്ക് ക്ലയൻറ്റിൻ്റെ ഒരു ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇതിനൊക്കെ മുന്നേ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും ഡ്രീമുണ്ട്. ആ ഡ്രീമിന് പുറകെയാണ് നമ്മൾ ഇൻറ്റീരിയർ പ്ലാൻ ചെയ്യുന്നതും അതുപോലെ ഇൻറ്റീരിയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള ഫെസിലിറ്റീസ് വെച്ചിട്ട് നമുക്കൊരു 3D വിഷ്വലൈസേഷൻ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഡിസൈൻ, ഇഷ്ടപ്പെട്ട പാറ്റേൺ, ഇതെല്ലാം വെച്ചിട്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് നിങ്ങൾക്ക് മുന്നേ കാണാൻ പറ്റും, ചെയ്യുന്നതിന് മുമ്പേ കാണാൻ പറ്റും. കണ്ടതിന് ശേഷം മാത്രമാണ് ഈ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് തന്നെ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ ക്ലയൻസൊക്കെ നമ്മൾക്ക് ഒരു വീട് വെക്കാൻ പോകുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് റിക്വയർമെൻറ്റ്സും കളർ തീം, കളർ പാറ്റേൺ, അങ്ങനെ ഓരോ ഡീറ്റെയിൽസ് അവരുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതിപ്പോൾ നമ്മളടുത്ത് ക്ലയൻസ് ഷെയർ ചെയ്യുമ്പോൾ നമ്മളത് ആ 3Dയിലൂടെ കാണിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് കളർ പാറ്റേൺസ് മാറ്റാം, അല്ലെങ്കിൽ കബോർഡ്സിൻ്റെ ഹൈറ്റിൽ ഡിഫറൻസ് വരുത്താം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങളിപ്പോൾ വാർഡ്രോബ്സ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു റൂമിലുള്ള വാർഡ്രോബ്സ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സൊക്കെ മേ ബി അന്ന് തന്നെ അലക്കണം എന്ന് വരത്തില്ല. അപ്പോൾ സൈഡിലായിട്ട് നമ്മൾ യൂസ്ഡ് ക്ലോത്തിന് ഒരു പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഇടാനായിട്ട് നമ്മൾ വാർഡ്രോബിൽ തന്നെ ഒരു ലോണ്ട്രി സ്പേസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡ്രസ്സിങ് യൂണിറ്റ് കൊടുക്കാതെ തന്നെ നമുക്ക് ആ ഡ്രസ്സിങ് യൂണിറ്റ് ആ വാർഡ്രോബിലേക്ക് തന്നെ കോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒരു ബിൽറ്റ് ഇൻ വാർഡ്രോബ് എന്നുള്ള രീതിക്ക് കസ്റ്റം ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൻ്റെ അകത്തേക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ കോട്ടാണെങ്കിൽ തന്നെ നമുക്കത് സ്റ്റോറേജോട് കൂടി കൊടുക്കാം, സിമ്പിളായിട്ട് ബോക്സ് വർക്കിൽ എടുക്കാം, ഡ്രോസ് കൊടുക്കാം. ഇത് മൂന്ന് രീതിക്കാണ് വരുന്നത്. ഒരു കോട്ടിൽ തന്നെ പ്ലെയിൻ കോട്ടായിട്ട് ചെയ്തെടുക്കാം, പിന്നെ ഡ്രോസ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഹൈഡ്രോളിക് ടൈപ്പ് കൊടുക്കാം. അപ്പോൾ സ്റ്റോറേജോട് കൂടിയും ചെയ്യാം, ഇല്ലാതെയും ചെയ്യാം. ഇപ്പോൾ സ്റ്റോറേജ് കുറവുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് കൊടുക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഫാക്ടറി ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്തിട്ട് കസ്റ്റം ചെയ്ത് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടാകും, ഒരു ലോക്കർ ഫെസിലിറ്റി ആവശ്യമുണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ആക്കാൻ പറ്റും. അതിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല, സീക്രട്ട് ലോക്കേഴ്സൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ കളർ ഓപ്ഷൻസ്,
ഇപ്പം ലാമിനേറ്റ് ഫിനിഷ് വേണോ അല്ലെങ്കിൽ പെയിൻറ്റ് ഫിനിഷ് വേണോ, പെയിൻറ്റ് ബൂത്ത് കാര്യങ്ങളെല്ലാം നമ്മുടെ ഫാക്ടറി ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യങ്ങൾ നമുക്ക് ബാക്കപ്പ് ഫെസിലിറ്റി നമുക്കുണ്ട്. നിങ്ങളുടെ സൈറ്റിൽ പൊടിയോ പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിൽ ഫുള്ളി മോഡുലറായിട്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയിൽ തന്നെയാണ് ഞങ്ങളെല്ലാ വർക്കുകളും ഫിനിഷ് ചെയ്ത് പ്രോപ്പറായിട്ട് ചെയ്യുന്നത്. അതേപോലെ കറക്റ്റായിട്ടുള്ള മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോൾ മെയിൻ ഡോറിൻ്റെ അവിടെ നിന്ന് പറയുവാണെങ്കിൽ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് വരുമ്പോൾ നമുക്ക് സീലിംഗ് വേണോ, അല്ലെങ്കിൽ സീലിംഗ് ഇപ്പോൾ വേണ്ടാന്നുള്ളൊരു ഇതാണെങ്കിൽ നമുക്ക് വോൾ ലൈറ്റ്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ സീലിംഗിൽ കൊടുക്കുവാണെങ്കിൽ പറഞ്ഞ പോലെ വോളിൽ ലൈറ്റൊന്നും ഇല്ലാതെ നമുക്ക് സീലിംഗിൽ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിക്ക് നമുക്ക് സീലിംഗ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഫ്ലോറിലെ ടൈൽസിന് തന്നെ മാറ്റ് ഉണ്ട്, ഗ്ലോസി ഉണ്ട്. അപ്പോൾ എന്താണ് ഒരു ക്ലയൻസിന് വേണ്ട അതിനനുസരിച്ച് നമുക്ക് ചെയ്തു തരാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫോയർ ഏരിയയിൽ നിന്ന് വരുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കയറി വരുന്ന ഒരു ഏരിയ ആണ്, നമ്മുടെ കീസ് കാണും. അപ്പോൾ ഫോയർ ടേബിളിൽ 2 ഡ്രോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കീസ് അതിൽ വെക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബൈക്കുള്ള ഒരാളാണ്, നമുക്ക് ഹെൽമെറ്റ് ഇൻസൈഡിൽ വെക്കാം. അല്ലെങ്കിൽ ഷൂ റാക്ക് ഇപ്പോൾ ഒന്നിലേക്ക് പുറത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഫോയർ ടേബിളിൻ്റെ താഴെ തന്നെ നമുക്ക് ഷൂസ് വെക്കാനുള്ള ആ ഒരു സ്പേസും കൂടെ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ അവിടുന്ന് എൻട്രൻസിലേക്ക് വരുമ്പോൾ മേ ബി ഇപ്പോൾ 2500 സ്ക്വയർ ഫീറ്റിലേക്ക് വരുമ്പോൾ ചില ക്ലയൻസ് പറയും ഫാമിലി ലിവിങ്ങും അല്ലെങ്കിൽ ഫോർമലും സെപ്പറേറ്റ് വേണം. അതിപ്പോൾ സിംഗിളായിട്ട് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ അവിടെ ആയിരിക്കും നമുക്ക് TV യൂണിറ്റ് വരുന്നത്. അപ്പോൾ TV യൂണിറ്റിലാണെങ്കിൽ പോലും ഫുള്ളി നമ്മളൊരു കബോർഡ് എന്നുള്ള രീതിയിൽ കൊടുക്കാതെ അതിൻ്റെ അകത്തൊരു ഗ്ലാസിൻ്റെ സെപ്പറേഷനൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റിമോട്ട് TV ആക്സസിലേക്ക് ഉള്ളത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈവൻ നമ്മൾക്ക് ഈ പറഞ്ഞ ഒരു ടീപ്പോ നമ്മൾ ചെയ്യുമ്പോൾ അതിലൊരു ചെറിയ സ്റ്റോറേജ് കൊടുക്കുകയാണെങ്കിൽ ഈ TVയുടെ റിമോട്ടൊക്കെ നമുക്ക് സേഫായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ അത് എവിടെയാണെന്ന് അന്വേഷിച്ച് കിടക്കേണ്ട കാര്യങ്ങൾ വരില്ല. ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് ഇതിനകത്ത്. ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ചില ക്ലയൻറ്റ്സ് നമുക്ക് പിൻട്രസ്റ്റിൽ നിന്നും, മീൻസ് വീടെന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വപ്നം ആയതുകൊണ്ട് പിൻട്രസ്റ്റിൽ നിന്നും കുറേ റെഫറൻസ് പിക്കൊക്കെ നമുക്ക് അയച്ചു തരാനുണ്ട്. ക്ലയൻസിൻ്റെ റിക്വയർമെൻറ്റ് അവരുടെ കൂടെ നിന്ന് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സും എല്ലാം കൂടെ വരുമ്പോൾ ശരിക്കും ഒരു വർക്ക് കഴിയുമ്പോൾ ഓരോ ക്ലയൻസും ഞങ്ങളുടെ ഭയങ്കര ഫ്രണ്ട്സ് ആവാറുണ്ട്. ഞങ്ങൾക്ക് കൂടുതൽ വർക്കും വരുന്നത് മൗത്ത് പബ്ലിസിറ്റിയും കൊണ്ടാണ്. കാരണം ഒരു ക്ലയൻറ്റിൻ്റെ വർക്ക് കഴിയുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു റെഫറൻസ് ഉണ്ടല്ലോ, അത് ജെനുവിൻ ആയിരിക്കും നമുക്ക്. അതായത് നമ്മളെക്കുറിച്ച് നമ്മളൊന്നും പറയണ്ട, ഞങ്ങളുടെ വീട് ഇങ്ങനെ അവർ ചെയ്ത് തന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയതുകൊണ്ട് തന്നെ ലേഡീസിന് കൂടുതലും എൻ്റെ അടുത്ത് ഇപ്പോൾ കിച്ചണിലെ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാനുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ടീമായിട്ടാണ് ഞങ്ങൾ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഒരു വാട്സപ്പിലൊരു ഗ്രൂപ്പ് തുടങ്ങി എല്ലാവരും റിക്വയർമെൻറ്റ്സ് ഒക്കെ വന്ന് ഓരോ റൂംസും സെപ്പറേറ്റ് എടുത്ത് ഓരോ റൂമിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ലിവിങ് റൂമിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഒരിക്കലും കൺജഷൻ വരാത്ത രീതിയിൽ വേണം പ്ലാൻ ചെയ്യാനായിട്ട്. ഏറ്റവും നല്ലത് ഗ്ലാസ്, അതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. ലിവിങ് റൂമിൽ, ഡൈനിങ് റൂമിലായിരിക്കും മെയിനായിട്ടും സ്റ്റെയർ എല്ലാം വരുന്നത്. സ്റ്റെയർ ഓപ്പൺ ആയിട്ട് തന്നെ കൊടുക്കുക. പറ്റുമെങ്കിൽ മെറ്റൽ സ്റ്റെയർ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അപ്പോൾ അതിന് ഹാൻഡിൽ കൊടുക്കുമ്പോൾ ഗ്ലാസ്സോ അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം കൊടുക്കാനായിട്ട്. എന്നാലായിരിക്കും കൂടുതൽ സ്പേഷ്യസ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഉള്ള സ്പേസ് നമ്മൾ മാക്സിമം സ്പേഷ്യസ് ആയിട്ട് തന്നെ വയ്ക്കാൻ മാക്സിമം ശ്രമിക്കുക. സ്റ്റോറേജ് ആവശ്യമുള്ളത് മാത്രം കൊടുക്കുക. അതുപോലെ നമ്മൾ ഡൈനിങ്ങിനോട് ചേർന്ന് വാഷ് ബേസിൻ കൊടുക്കുമ്പോൾ അതിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരുപാട് കൺജഷനോ അങ്ങനെ ക്ലോസിങ് കൊടുക്കുക. ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അതേപോലെ ഈ വാഷ് ഏരിയ വേണമെങ്കിൽ നമുക്ക് കോർട്ട്യാർഡ് ഏരിയ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് മാറ്റാം. അതേപോലെ സിമ്പിളായിട്ടുള്ള കുറച്ച് ടിപ്സ് ഉപയോഗിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ആദ്യമേ തന്നെ പ്ലാൻ ചെയ്യണം, എന്നാലാണ് കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് മുന്നോട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും മെയിൻലി പിന്നെ ഒരു ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻവെർട്ടർ എവിടെ വെക്കുക എന്നുള്ളത്. എല്ലാവരും ഈ സ്റ്റെയറിൻ്റെ താഴെ വെക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് പോകുന്നത്. കാരണം സ്റ്റെയർ നമ്മൾ ഇത്രയും നന്നായിട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ഒരു സ്പേസ്, നമ്മൾ ഇൻവെർട്ടറിന് വേണ്ടിയിട്ടൊരു സ്പേസും കൂടെ ഒന്ന് പ്ലാൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്പേസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. പ്രെയർ ഏരിയ, കോമൺ വാഷ്, നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ. അപ്പോൾ അങ്ങനെയെല്ലാം ഒരു പ്ലാനിങ് ആണ് എല്ലാത്തിനും വരുന്ന മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന കിച്ചൺ ആണെങ്കിലും കോർട്ട്യാർഡ് ആണെങ്കിലും നമുക്ക് അതിൻ്റേതായ കളർ തീമിൽ ആ ഒരു വെന്റിലേഷനിലെല്ലാം നമുക്ക് പ്രോപ്പർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് മെയിൻലി ഇൻറ്റീരിയേഴ്സിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്ക് പറയാനുള്ളത് വാഷ്റൂമാണ്. വാഷ്റൂം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാഷ്റൂം വളരെ ഹൈജീനിക് ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ മസ്റ്റായിട്ടും കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. നമുക്ക് ഡ്രൈ ഏരിയയിൽ നമുക്ക് വരുന്നത് വാഷ് ബേസിനാണ്. വാഷ് ബേസിന് ക്ലോസറ്റും ഡ്രൈ ഏരിയ വരും. നമുക്ക് ഷവർ ഏരിയ മാത്രമാണ് വെറ്റ് ആയിട്ട് കിടക്കുകയുള്ളൂ. നമ്മൾ ഒരാൾ കുളിച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഏരിയ ഡ്രൈ ആയിട്ട് തന്നെ വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ വാഷ്റൂമിലൊരു സീലിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സോസ്റ്റ് ഫാന്, ലൈറ്റൊക്കെ
നമുക്ക് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. അതുപോലെ വാട്ടർ ഹീറ്ററൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സീലിങ്ങിന് ഉള്ളിൽ കൊടുക്കാൻ പറ്റും. ഷവർ നമുക്ക് സീലിങ്ങിനകത്ത് നിന്ന് തന്നെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് യൂസ് ഉണ്ട്. വാഷ്റൂമിൽ നമ്മൾ സീലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ സീലിംഗ് മെറ്റലോ അതല്ലെങ്കിൽ ഡാമേജ് ആവാത്ത എന്തെങ്കിലും മെറ്റീരിയൽ കൊടുത്തിട്ട് നമുക്ക് വാഷ്റൂമിൽ സീലിംഗ് കൊടുക്കാൻ പറ്റും. ഇൻറ്റീരിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലൈറ്റിംഗ് ആണ്. ഒരു വാം ടോൺ ലൈറ്റിംഗ് ആയിരിക്കും നമുക്ക് ഏറ്റവും പ്ലസൻ്റ് ആയിട്ട് നിൽക്കുക. നമ്മൾ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരുപാട് വൈറ്റ് കൊടുക്കുന്നതിന് നല്ലത് ഒരു വാം ടോൺ തന്നെയായിരിക്കും. ന്യൂട്രൽ ഷെയ്ഡായിരിക്കും എപ്പോഴും നല്ലത്. അതേപോലെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ലൈറ്റിങ് അതെങ്ങനെ കൊടുക്കാം എന്നുള്ളത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യണം. അതുപോലെ ഫോൾ സീലിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ലൈറ്റിങ് നമുക്ക് ചെയ്യാൻ പറ്റും. ഫോൾ സീലിംഗ് പല മെറ്റീരിയലുണ്ട്. അതിൻ്റെ എവിടെയൊക്കെയാണ് കൊടുക്കുന്നത് നോക്കിയിട്ട് കറക്റ്റായിട്ടൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ COB ലൈറ്റോ അല്ലെങ്കിൽ സർഫസ് ലൈറ്റോ അല്ലെങ്കിൽ പ്രൊഫൈൽ ലൈറ്റ്സോ അല്ലെങ്കിൽ ഫോക്കസ് ലൈറ്റോ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ലൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആംബിയൻ ലൈറ്റിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇൻറ്റീരിയേഴ്സിൻ്റെ ബ്യൂട്ടി ഭയങ്കരമായിട്ട് കൂട്ടാൻ പറ്റും. ഭയങ്കര ഒരു ആംബിയൻസ് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ലൈറ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. ലൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് പോയെങ്കിൽ മാത്രമേ ഇതെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ടാണ് ഇൻറ്റീരിയറിൽ. നമ്മൾ ഫേർണിച്ചേഴ്സ് സെലക്ട് ചെയ്യുമ്പോഴാണെങ്കിലും അതിൻ്റെ അകത്ത് നമ്മളുടെ ആ കളർ പാറ്റേൺ ഫേർണിച്ചറിലും നമ്മൾ കൊണ്ടുവരണം. ലാസ്റ്റ് എപ്പോഴും നമ്മൾ മാറ്റി വെക്കുന്നതാണ് ഇൻറ്റീരിയേഴ്സ് കഴിഞ്ഞ് ഈ ഒരു സോഫ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളൊക്കെ. അതിനും ഒരു കളർ പാറ്റേൺ കൊണ്ടുവന്ന് നമ്മളെല്ലാം സെലക്ട് ചെയ്ത് ആ ഒരു രീതിക്ക് പോവുകയാണെങ്കിൽ അതും കൂടുതൽ സ്പേഷ്യസ് ആയിട്ട് തന്നെ നിൽക്കും. അതുപോലെ തന്നെ കേർട്ടൻ നമ്മുടെ ഫോർമൽ ലിവിങ്ങിലോ അല്ലെങ്കിൽ ലിവിങ്ങിൽ കോമൺ ആയിട്ടുള്ള ഏരിയാസിൽ എപ്പോഴും കേർട്ടൻ ഫുൾ ഹൈറ്റ് കൊടുക്കുകയാണെങ്കിൽ റൂം നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നും. അപ്പോൾ അത് നമുക്ക് നല്ല ഭംഗിയായിട്ട് എടുക്കാനും പറ്റും. അതുപോലെ തന്നെ കളർ തീം നമ്മൾ നോക്കിയിട്ട് കളർ തീം ഒരു കണ്ടിന്യൂഷൻ കിട്ടുന്ന ഒരു കളർ തീം വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ആ കളർ തീം തന്നെ ആയിരിക്കണം നമ്മൾ ഓരോ റൂമിലേക്കും പ്ലാൻ ചെയ്യേണ്ടത്. അവിടെയൊക്കെയാണ് ഇൻറ്റീരിയർ ഡിസൈനറുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ആ സെലക്ഷനിലും അതുപോലെ കളർ സെലക്ഷനിലും മെറ്റീരിയൽ സെലക്ഷനിലും ഒക്കെ എന്ത് വർക്കാണെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കൂടെ കളർ സെലക്ഷൻ ചെയ്യാനായിട്ടും എല്ലാം ഞങ്ങൾ കൂടെ വന്നിട്ട് എല്ലാം സെലക്ട് ചെയ്ത് മെറ്റീരിയൽ എല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് നമുക്കുള്ള മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാനുള്ള പ്രൊവിഷൻ നമുക്കുണ്ട്. നമുക്ക് ആ ഒരു തീമിൽ തന്നെ അതൊരു ബ്രേക്ക് വരാത്ത രീതിയിൽ പോവുകയാണെങ്കിൽ മാത്രമേ ഇൻറ്റീരിയേഴ്സിന് മാക്സിമം നമുക്ക് ബ്യൂട്ടി ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ ഇൻറ്റീരിയേഴ്സ് കഴിഞ്ഞ് ലാസ്റ്റ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ചെറിയ ചെറിയ ക്യൂരിയോസിൽ വരുന്ന ഇതാ ബെഡ്ഷീറ്റിൽ വരുന്ന ആ ഒരു കളർ പാറ്റേൺ, കേർട്ടൻ്റെ കളറ്. അപ്പോൾ ഈവൻ കാർപ്പറ്റ്സ് വരെ, അതായത് ലാസ്റ്റ് ഡേ, അതായത് ഹൗസ് വാമിങ്ങിൻ്റെ ഒരു 1 വീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റും നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിലാണ് ശരിക്കും ബോണ്ടിങ് കൂടുന്നത്. കാരണം നമ്മൾ അവരുടെ കൂടെ പോയി എല്ലാം കറക്റ്റ് കളർ പാറ്റേണിൽ പർച്ചേസ് ചെയ്ത് ആ ഒരു തീമിൽ ലാസ്റ്റ് കീ ഹാൻഡ് ഓവറിൻ്റെ ടൈമിലുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്രയും നമ്മളുടെ വീടായിട്ടാണ് നമ്മൾ ഓരോ വർക്കും ചെയ്തു കൊടുക്കുന്നത്. ആ ഒരു ടൈമിൽ ഒരു ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ പ്രോജക്റ്റിനെ പറ്റി നിങ്ങൾക്ക് ഞങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് ഫില്ല് ചെയ്ത് തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അല്ലെങ്കിൽ സിന്ധ്യ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൺസൾട്ടേഷൻ തരുന്നതായിരിക്കും, നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും.